ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം രാശിക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ കാത്തുവച്ചിരിക്കുന്ന ഒരു കാലമാണ്. അത് 100% നിങ്ങൾക്കത് ലഭിക്കണം എന്ന ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും നന്മയും തിന്മയും ഇടകലർന്ന് തന്നെയായിരിക്കും ഇരിക്കുക. എത്രത്തോളം നല്ലത് എന്ന് പറയുന്നു ആ ഒരു കാലഘട്ടം വളരെയധികം മോശമായിരിക്കും. എത്രത്തോളം മോശമാണെന്ന് പറയുന്നു ആ ഒരു കാലഘട്ടം വളരെയധികം നല്ലതുമായിരിക്കും. അപ്പോൾ ഇവിടെ ഉപദേവതകൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും ഓരോ നല്ലതിൻ്റെ ഒപ്പോഴും അപഹാരം നടക്കുന്ന ഒരു കാലമുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഉപഗ്രഹം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ മൂന്നാമതിരിക്കുന്ന ഒരു ഗ്രഹം നമുക്ക് വളരെയധികം നല്ല കാലത്തിലും മോശം കാര്യങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. കിട്ടി എന്ന് വിചാരിക്കുന്ന കാര്യം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ അവിടെ പ്രദാനം ചെയ്യും. നിങ്ങളൊരു നല്ല ഒരു കാര്യം ഒരിടത്ത് പറയുകയാണെങ്കിൽ അതിൻ്റേതായ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂന്നാമത്തെ വ്യക്തി നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അത് കുടുംബത്തിലായാലും പുറമേ ആയാലും സുഹൃത്തുക്കൾക്കിടയിലായാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. എങ്ങനെയെങ്കിൽ നമുക്ക് ഈ വ്യാഴം എന്ത് രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യും, എങ്ങനെയാണ് അതിനെ മൈഗ്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. നല്ലത് നടക്കുമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഇപ്പോൾ രാഹു ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും അദ്ദേഹം 6ാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 100% നിങ്ങൾക്ക് വളരെയധികം ലക്ഷ്മി യോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ലഭിക്കും എന്നുള്ളതല്ല. പ്രയത്നങ്ങൾക്കുള്ള ഫലം എന്തായാലും വന്നെത്തും എന്നുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പിക്കുകയാണ്. അഷ്ടമ ശനിയുടേതായ ആധിപത്യത്താൽ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം 8 വിധത്തിലും പ്രശ്നങ്ങൾ, ഉള്ളിൽ പ്രശ്നം, മറ്റുള്ള ഇടങ്ങളിൽ പ്രശ്നം, തൊഴിൽ ഇടങ്ങളിൽ പ്രശ്നം, കിട്ടാവുന്ന പണം കിട്ടാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടി അധികരിക്കുന്നു, പിണക്കത്തിലേക്ക് വരുന്നു. എല്ലായിടത്തും ഏതൊരു വഴിക്കും ചിന്തിക്കുന്ന നന്മകളൊക്കെയും പ്രശ്നങ്ങളിലേക്ക് ആയിരിക്കും വരിക എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ രാശിക്കുള്ളിലേക്ക്. അപ്പോൾ ഇതിൽ പൂരം എന്ന നക്ഷത്രത്തിന് വളരെയധികം നന്മകളാണ് കാത്തിരിക്കുന്നത്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാതെ ഇരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തിരികെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026 ജൂൺ മുതൽ 2027 ജൂണിനുള്ളിലുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് അവിടെ നടന്നിരിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭൂമി സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നത്തിനും 100% ഇവിടെ പരിഹാരമാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വിൽക്കാതെ ഇരുന്ന ഭൂമി, അതായത് വളരെ വേഗത്തിൽ വിറ്റുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു ഭാഗ്യമായിരിക്കും. അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. അതായത് നിങ്ങൾ അതിനെ തള്ളിക്കളയരുത്. വീണ്ടും കുറേ കൂടെ കിട്ടട്ടെ എന്ന രീതിയിൽ അവിടെ നിങ്ങൾ പ്രാപ്തമായ ഒരു മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീആക്ടിവേറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ പാഠത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അനുസൃതമായിട്ട് നിങ്ങളത് ചിന്തിക്കുകയും വിജയത്തിലേക്ക് വരികയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രോസസ്സ് അവിടെ നടക്കും. പൊടുന്നനെ തന്നെ വിൽക്കാതെ കിടന്ന ഭൂമിയൊക്കെ, നിങ്ങൾക്ക് വിൽക്കാതിരുന്ന ഭൂമിയൊക്കെ വിറ്റ് പോകുന്ന സാഹചര്യം 100% വരും. അത് പ്രാപ്തമാക്കി കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്കൊക്കെ വിട്ടിട്ട് കാശൊക്കെ ലഭിക്കാതെ ഇരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതൊക്കെ തന്നെ നല്ല രീതിക്ക് ആ കാശൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് കിട്ടില്ല, അതായത് നശിച്ചു പോയി എന്ന് കരുതിയിരുന്ന ഇടത്തൊക്കെ ആ ഒരു കാര്യം നിങ്ങളെ തേടി വരും. നന്മകൾ എന്തായാലും ഉണ്ട്. കാശ് സംബന്ധപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ 100% പരിഹരിക്കപ്പെടും. 100% പരിഹരിക്കപ്പെടും. വളരെ ഫാസ്റ്റായിട്ട് ഉള്ള കാര്യങ്ങൾ ചിലർക്ക് നടക്കാം, ചിലർക്ക് ഒരല്പം ഡിലേ വന്ന് ആ കാര്യം പ്രോസസ്സിലേക്ക് വരാം. എന്തായാലും അഷ്ടമശനിയുടേതായ താക്കം എന്തായാലും നിങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാവില്ല. 100% ഉറപ്പിച്ചോളൂ. തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാറി നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അതായത് പ്രൊമോഷനൊക്കെ തേടിയിരുന്നവർക്ക് അതിൻ്റേതായ കാലം ആരംഭമാകുന്നു. അതുപോലെ തന്നെ തൊഴിലിടത്തിൽ മേലധികാരികളുടേതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ മേൽ വളരെയധികം പ്രഷറൊക്കെ നൽകിയിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി, അതായത് ആരാണോ നിങ്ങൾക്ക് മേൽ ആധിപത്യം ഉറപ്പിച്ച് നിങ്ങൾക്ക് പ്രശ്നത്തെ ഉണ്ടാക്കിയത് അവർക്ക് മേൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ചെന്ന് നിൽക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടേതായ പൊസിഷനെ റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. അനുകൂല ഭാവത്തെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടേതായ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാലം ചിലവുകൾക്ക് മേലെ ചിലവുകളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത് എങ്കിൽ ഇനി ആ ചിലവുകളൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യമാണ്. അതായത്
ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാശൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അതായത് സ്വന്തം തൊഴിലാണെങ്കിൽ പോലും നമുക്ക് ചിലയിടങ്ങളിൽ പലചരക്ക് കടയൊക്കെ നടക്കുന്നവർക്ക് കാശൊക്കെ ഒരുപാട് കിട്ടാനൊക്കെ ബാധ്യതകളൊക്കെ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ തന്നെ കാശ് തിരികെയൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ്. ഇപ്പോൾ പണം സംബന്ധിച്ച വിഷയത്തിലൊക്കെയുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിപൂർണമായും പരിഹരിക്കപ്പെടും. അതിനായിട്ട് കരുതലോടുകൂടി കാത്തിരിക്കുക. സന്തോഷം ഉണ്ട്. ഇതൊരു ചെറിയ രീതിയിൽ ഒരു ചായക്കട നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു മുന്നേറ്റം ലഭിക്കുന്ന സാഹചര്യം. കാരണം ആ ഒരു കാശ് കൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഒരു ആശ്വാസത്തിന് വകയുണ്ടാകും എന്നുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയാണ്. എന്തായാലും ഈ ജൂൺ മാസം മുതൽക്ക് നിങ്ങൾക്ക് നല്ല ഫലം തന്നെയാണ്. അത് ഉറപ്പിക്കാം. മറ്റുള്ളവർക്ക് ഒരല്പം കാലഘട്ടങ്ങളിലുള്ള വ്യത്യാസങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ പോകുമെങ്കിലും ജൂൺ മാസം മുതൽക്ക് ഈ രാശിക്ക് വളരെയധികം നല്ല ഫലം. അതുതന്നെ മറ്റൊരു കാര്യം, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ്, സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ്. അനുകൂലമായ ഭാവം അവരിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. 100% അവസരങ്ങളെ പാഴാക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഉന്നതമായ നിലയിൽ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് സംബന്ധപ്പെട്ട ഇടത്തൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ വളരെയധികം മുന്നേറ്റങ്ങളും ശമ്പള വർധനവുമൊക്കെ വരുന്ന കാലമാണ്. നിങ്ങളുടേതായ കഴിവുകളെ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന സമയമാണ്. 100% അത് വന്നെത്തും. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, പൂരക്കാർക്ക് വളരെയധികം നല്ല ഫലമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടേതായ ഒരു ധിക്കാരവും ധാർഷ്ട്യപരമായിട്ടുള്ള ഒരു ചിന്താഗതികളും ആ ഒരു മനോഭാവവും നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിലും മറ്റുള്ളവരെ കൂടി കണക്കിലെടുത്ത് ചിന്താഗതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് പോയാൽ നല്ല ഫലം നിങ്ങൾക്ക് കാത്തിരിക്കുന്നു. അക്കൗണ്ടിംഗ് സംബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ശരി, ഓഡിറ്റിംഗ് സംബന്ധപ്പെട്ട വിഷയത്തിലിരിക്കുന്നവരാണെങ്കിൽ ശരി, ബാങ്കിങ് സെക്ടറിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായ ഇഷ്ടമുള്ള ഒരു ഇടത്തൊരു ട്രാൻസ്ഫർ ലഭിച്ചില്ല എങ്കിൽ 100% ഈ വർഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എഴുതി വെച്ചുകൊള്ളുക. 100% നിങ്ങൾ ഉദ്ദേശിച്ച ഇടത്ത്, നിങ്ങൾ ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിരിക്കും. അതും പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനുള്ള ടെസ്റ്റൊക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ, അതിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നിടത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റം 100% വന്നെത്തും. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക്, അതായത് ഫുഡ് സംബന്ധപ്പെട്ട, അതായത് ആഹാരം സംബന്ധപ്പെട്ട, ബേക്കറി സംബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭകരമായ ഒരു കാലഘട്ടമാണ്. 100% അത് വർക്കൗട്ടാകും. അതിനായിട്ടുള്ള പ്രോസസ്സുകൾ നടത്തിക്കൊള്ളുക. വളരെയധികം നല്ല ഫലമാണ്. അതുപോലെ തന്നെ ഗോൾഡ്, സ്വർണം, സിൽവർ, വെള്ളി സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക്, അത്തരത്തിൽ ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെയധികം നല്ല ഫലം തന്നെയാണ് കാത്തിരിക്കുന്നത്. ജൂലൈ മാസത്തിന് ശേഷം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ വരും. ഇപ്പോൾ ജൂലൈ മാസം ഒരല്പം ഡിലേ ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. അതായത് ഇപ്പോൾ ഡോളറിൻ്റെ വില തന്നെ 99 എത്തുന്ന, ഒരുപക്ഷേ 100 വരെ എത്താമെന്നുള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അതുപോലെ യുദ്ധം എന്ന് പറയുന്ന കാലവും ഏതാണ്ട് ഇനിയിപ്പോൾ ഒരു 1.5 വർഷക്കാലം കൂടി യുദ്ധത്തിൻ്റെതായ ഒരു താക്കം നമുക്ക് വന്നെത്തും. അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം ഏതൊരു നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള സാഹചര്യം വിദേശ രാജ്യത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാരതത്തിലും അത് ബാധിക്കുന്നു എന്നുള്ളത് 100%. ഭാരതത്തിൽ നിന്നുള്ള ഈ ലോകവ്യാപകമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊസിഷനുകൾക്ക് അനുസൃതമായ രീതിയിൽ, സമ്പത്തുകളെ പാഴാക്കാത്ത രീതിയിൽ ഇതുവരെയുള്ള നഷ്ടങ്ങളെയൊക്കെ മറന്ന് നേട്ടങ്ങളുടേതായ പാതയിലേക്ക് സഞ്ചരിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് കഴിയണമെന്നാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും പൊതുവിൽ ഇപ്പോൾ നിങ്ങളുടേതായ ജന്മത്തിനുള്ളിലാണ് കേതു സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ എന്തൊരു കാര്യത്തിന് ചിന്തിച്ചാലും അതിന് നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും ഇവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു പൊസിഷൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെപ്പോഴും നല്ലൊരു മനസ്സോടുകൂടി പോകണം. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ പോസിറ്റീവിലേക്ക് സഞ്ചരിക്കാം. കിട്ടിയാൽ കിട്ടട്ടെ എന്ന പ്രോസസ്സ് കൊടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് 100% അത് നടക്കും. വാശി ആണ് അവിടെ കാട്ടുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഡിലേ വരികയും പിന്നീട് അത് നടക്കാതിരിക്കുന്ന സാഹചര്യം. കാര്യം വ്യാഴമാണ് നിങ്ങളുടേതായ, അതായത് നമ്മുടേതായ എന്ത് ചിലവുകളെ കുറിക്കുന്ന ഗ്രഹം. അത് 12ാം ഭാവാധിപത്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉപദേശങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വിലയുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടേതായ വാക്കുകളും കൂടി കേൾക്കുന്നത് ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുതരും. മക്കളുടേതായ പഠനം സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങി നല്ല രീതിക്ക് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന വഴികളും മാർഗങ്ങളുമൊക്കെ കണ്ടെത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ്. ഇതിൽ സ്ത്രീകൾ ഒരല്പം കൂടി മികച്ചു നിൽക്കുമെന്നുള്ളതാണ് വാസ്തവം.
ശാരീരികമായ രീതിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, നടുവേദന, മുട്ടുവേദന, കാലുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് നിന്നൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും ഇതിൽ പലരും. അവർക്കൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടേതായ കാഠിന്യങ്ങളൊക്കെ കുറയും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചിലവുകൾ എന്ന് പറയുന്നത് വളരെയധികം നിസ്സാരമായ രീതിയിലായിരിക്കും വരിക. എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ തന്നെയും അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരു കൂട്ടു ബിസിനസ്സൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു കാലം തന്നെയാണ്. കാരണം ഇവിടെ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരിൽ ഈ രാശിക്കാരുടേതായ രീതിയിലായിരിക്കണം ആധിപത്യവും പണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകേണ്ടത്. മറ്റൊരു വ്യക്തിയിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾ അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ ഇനി അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് പോകുമ്പോൾ 100% സക്സസ്ഫുൾ ആണ്. അതിൽ വിജയം ഉണ്ട് 100%. പക്ഷേ സമ്പത്ത്പരമായ രീതിയിലുള്ള ആ ഒരു ഹാൻഡ്ലിംഗ് നിങ്ങളുടെ കൈവശത്തിലൂടെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള ആ ഒരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ സമ്പത്തിൽ ലോസ് വന്ന് നിങ്ങൾ ബാധ്യതയിലേക്ക് വരുന്ന സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. എന്തായാലും മികച്ച മുന്നേറ്റം പാർട്ണർഷിപ്പിൽ ഉണ്ട് എന്ന് പറയുന്നു. പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളെന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടേതായ രീതിയിൽ ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കാം, ശ്രീ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കാം, ശിവനെ പ്രാർത്ഥിക്കാം, സാക്ഷാൽ തിരുച്ചെന്തൂരായ ശ്രീ മുരുകനെയും പ്രാർത്ഥിക്കാം. അതായത് ആയുധധാരിയായി നിൽക്കുന്ന ആ ഒരു വടിവേൽ മുരുകനെ, തിരുച്ചെന്തൂർ മുരുകനെ പ്രാർത്ഥിക്കാം. വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കാരണം അഗ്രസീവായ ഒരു മോഡ് എപ്പോഴും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദേവതകളുടേതായ പ്രാർത്ഥനകൾ വളരെയധികം ഗുണം ചെയ്യും. കാരണം നന്മയുടെയും തിന്മയുടേതായ ദൈവങ്ങൾ തന്നെയാണ് ഇവരൊക്കെയും. ഏറ്റവും അധികം പ്രദാനം ചെയ്യുന്ന നന്മയാണ്. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും വന്നെത്തുന്നത് തിന്മയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ ചുമതലകളും അതിൻ്റെ ചുമടും ഭാരവും ചുമക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഫലം കാത്തിരിക്കുന്നു. സർവ്വവിധ ഐശ്വര്യങ്ങളും ഈ വർഷം എന്തായാലും നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട്. ശുഭകരമായ ഒരു കാലം ആരംഭമായിരിക്കുന്നു. അതുപോലെ ജാതകം പരിശോധിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അതിൻ്റേതായ രീതിക്ക് നിങ്ങൾക്കുള്ള ടൈമും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടൈം സ്ലോട്ടൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽക്ക് 4 മണി വരെയാണ് ജാതകത്തിൻ്റെതായ പരിശോധന ഉള്ളത്. എല്ലാ ദിവസവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് നിങ്ങളുടേതായ കൺഫർമേഷൻ നേടുക. അതായത് നിങ്ങളുടേതായ അപ്പോയിൻമെൻ്റൊക്കെ നേടി അതിൻ്റേതായ രീതിക്ക് ജാതകം റീഡ് ചെയ്യുന്നത്. മിനിമം 1 മണിക്കൂറാണ് ജാതകത്തിൻ്റെതായ റീഡിംഗ് ടൈം എന്ന് പറയുന്നത്. ഭാവിയെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന ഒരു വ്യക്തതയൊക്കെ നിങ്ങൾക്ക് തരും. തീർച്ചയായിട്ടും അത് നല്ലൊരു വഴികാട്ടുന്ന ഒരു രീതി ആയിരിക്കും. നിലവിലുള്ള സമയത്തെക്കുറിച്ച് മാത്രമായിരിക്കില്ല പറയുക. ഇപ്പോൾ നടക്കുന്ന സമയം ഇങ്ങനെയാണ്. അതിൻ്റേതായ രീതിക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പ്രാർത്ഥനകൾ, പൂജകൾ. ഞാൻ പ്രാർത്ഥനകളും പൂജകളും ജാതകത്തിൽ പറയുന്നെങ്കിൽ മാത്രമായിരിക്കും പറയുക. തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ജാതക റീഡിങ്ങിലൂടെ.